Hello everyone, welcome back to my channel. In this video I will discuss p tag in HTML. So p tag എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. p tag is used to create paragraphs. നമ്മുടെ ഡോക്യുമെന്റിൽ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് p tag യൂസ് ചെയ്യുന്നത്. So if we want to start a new paragraph, we must use which tag? p tag. Okay, so it indicates a new paragraph and browser adds a line before the paragraph. അപ്പോൾ p tag ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു പുതിയ പാരഗ്രാഫാണ്. ഇനി p tag കണ്ടു കഴിഞ്ഞാൽ ബ്രൗസർ എന്ത് ചെയ്യും? ബ്രൗസർ വിൽ ആഡ് എ ന്യൂ ലൈൻ ബിഫോർ ദാറ്റ് പാരഗ്രാഫ്. ആ പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുന്നേ പുതിയൊരു ലൈനായിട്ട് എന്ത് ചെയ്യും? ഈ ഒരു p tag ബ്രൗസർ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇതെന്താണ്? ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണ്, വിച്ച് മീൻസ് ദാറ്റ് ദർ വിൽ ബി എ സ്റ്റാർട്ടിംഗ് ടാഗ് ആസ് വെൽ ആസ് എൻഡിങ് ടാഗ്. ഓക്കെ, ഇനി പാരഗ്രാഫ് എലമെന്റ് ബിഗിൻസ് വിത്ത് എ p tag and ends with closing of p tag. അപ്പോൾ പാരഗ്രാഫ് എലമെന്റ് തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ്? p tag വെച്ചിട്ടാണ്. അപ്പോൾ if we are starting a new paragraph, we must use what? p tag, and ആ പാരഗ്രാഫ് കഴിഞ്ഞാൽ we must use what? Closing of p tag. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഒരു പാരഗ്രാഫ് നമ്മൾ ഒരു വെബ് പേജിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? p tagൻ്റെ ആട്രിബ്യൂട്ടാണ് അലൈൻ ആട്രിബ്യൂട്ട്. അപ്പോൾ എന്തായിരിക്കും അലൈൻ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. പാരഗ്രാഫിനെ അലൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പാരഗ്രാഫ് റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ ഓർ ജസ്റ്റിഫൈ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അലൈൻ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസ് ആണ് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ഓർ ജസ്റ്റിഫൈ. അപ്പോൾ നമ്മൾ ഹെഡിങ് പഠിച്ച സമയത്ത് അലൈൻ ആട്രിബ്യൂട്ട് കണ്ടതാണ് അല്ലേ? അലൈൻ ലെഫ്റ്റ്, റൈറ്റ് അതൊക്കെ കണ്ടതാണ്. പക്ഷേ ഇവിടെ പാരഗ്രാഫിനെയാണ് എന്ത് ചെയ്യുന്നത്? റൈറ്റ്, ലെഫ്റ്റ് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സോ എക്സാമ്പിൾ പറയുമ്പോൾ ഇത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാരഗ്രാഫ് ടാഗ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ ഞാൻ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഇതാണ് ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇനി ബോഡി സെക്ഷനിൽ ഞാൻ കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ലൈൻസ് ഇൻ ദ സോഴ്സ് കോഡ് ബട്ട് ദ ബ്രൗസർ ഇഗ്നോർസ് ഇറ്റ്. ആ ഒരു ടെക്സ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഇങ്ങനെ ഇവിടെ ദിസ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലാണ് ഞാൻ കണ്ടെയ്ൻസ് എന്നൊക്കെ എഴുതിയത്. എന്ന് കഴിഞ്ഞാലും ഇവിടെ എന്ത് ചെയ്യില്ല, ഒരിക്കലും പുതിയൊരു ലൈൻ അവിടെ എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേ ചെയ്യില്ല. പുതിയ ലൈൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? BR എന്നുള്ളൊരു ടാഗ് കൊടുക്കണം. ആസ് യു ക്യാൻ സീ നൗ, ഞാൻ ഇപ്പോൾ BR കൊടുത്തു കഴിഞ്ഞാൽ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തു? ലൈൻ ബ്രേക്ക് ചെയ്തു, അടുത്ത ലൈനിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ BR കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ലൈന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് പോവുള്ളൂ. ഇനി ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊരു പാരഗ്രാഫാക്കി മാറ്റാൻ ഞാൻ എന്താ ചെയ്തത്? p tag ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ദിസ് പാരഗ്രാഫ് ആ ഒരു ടെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ p tag ക്ലോസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പേസ് കാണാൻ പറ്റും അല്ലേ? ഈ ഒരു സ്പേസ്, ഈ നടുവിലൊരു സ്പേസ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പുതിയ പാരഗ്രാഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ദിസ് പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് സ്പേസ്. ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നു, ഈ പാരഗ്രാഫ് അവിടെ ക്ലോസ് ചെയ്തു. ഇനി ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് അനദർ പാരഗ്രാഫ്. അഗെയിൻ ഐ ആം യൂസിങ് ദ ടാഗ് p tag. അപ്പോൾ അതിലുള്ള ടെക്സ്റ്റ് ഇതാണ്: ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ എ പാരഗ്രാഫ് ഡിപ്പെൻഡ്സ് ഓൺ. ഈ ഒരു പാരഗ്രാഫ് എന്ത് ചെയ്തു? കൊടുത്തു. ആ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ പാരഗ്രാഫ് ടാഗ് എപ്പോൾ വന്നു കഴിഞ്ഞാലും പുതിയ ഒരു എക്സ്ട്രാ സ്പേസ് എന്ത് ചെയ്യും? ഇടയിൽ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രൗസർ വിൽ ഇൻസേർട്ട് ആൻ എക്സ്ട്രാ സ്പേസ് ബിഫോർ ദാറ്റ് പാരഗ്രാഫ്. ഓക്കെ, ഇനി ഈ ഒരു p tagൻ്റെ ആട്രിബ്യൂട്ടാണ് അലൈൻ ആട്രിബ്യൂട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പാരഗ്രാഫിനെ അലൈൻ ചെയ്യാൻ പോവാണ്. അലൈൻ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് അലൈൻ ഈസ് ഈക്വൽ ടു ഞാൻ റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് പാരഗ്രാഫ് വിൽ ബി അലൈൻ ടു ദ റൈറ്റ്. അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ പാരഗ്രാഫ് റൈറ്റ് അലൈൻ ചെയ്തു. ഇനി ഇതിനെ സെൻറ്ററിലേക്കാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? അതിനനുസരിച്ച് സെൻറ്റർ എന്നാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അലൈൻമെൻറ്റ് ചെയ്യും. അപ്പോൾ p tag എന്ന് പറയുന്ന ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ദാറ്റ് മീൻസ് ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ക്ലോസിംഗ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ ആട്രിബ്യൂട്ടാണ് അലൈൻ ആട്രിബ്യൂട്ട്. അലൈൻ ആട്രിബ്യൂട്ട് പാരഗ്രാഫിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ വാല്യൂസ് ആർ ലെഫ്റ്റ്, റൈറ്റ്, justify and center. So thank you.